ഈ രണ്ട് മുട്ടയിടുന്ന കോഴികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വാക്ക് കേൾക്കാതെ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇപ്പം ഞങ്ങൾ നല്ല സൗഹൃദത്തിലൊന്നുമില്ല കേട്ടോ, രണ്ട് മുട്ടയിടുന്ന കോഴിയുണ്ട് ചേട്ടായി, നമുക്ക് പോയി മേടിക്കാം. തമിഴ്ക്കാരാണ് പറഞ്ഞത്. ഒരു 2010-11 കാലഘട്ടത്തിലാട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അവനാകില്ല, അന്ന് ഒരു കോഴിക്ക് ഏകദേശം 2000 രൂപ 2500 രൂപ ചോദിച്ചു. അതായത് നമ്മുടെ ഈ കോഴിനേക്കാളും ചെറിയ വലിപ്പത്തിലുള്ള കോഴി, 1/2 കിലോ പോലും വരത്തില്ല. രാവിലെ ഒരു മുട്ട, വൈകിട്ടൊരു മുട്ട. അന്ന് മുട്ടക്കൊക്കെ തീർത്തും വില കുറവുള്ള സമയമല്ലേ, ഞങ്ങളുടെ കുഞ്ഞിലേ അല്ലേ. അത്യാവശ്യം ഞങ്ങൾ അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 2 മുട്ട ഇടുന്ന കോഴീനെ നമുക്ക് പുള്ളിയിടയ്ക്കൊന്നും മേടിക്കേണ്ട, ഏത് ഭാഗത്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു. തേനി കിട്ടുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മലയാളം അല്ലാതെ അരച്ച് മുറിച്ചെന്താ മുക്കിനും മുറിക്കുകയും പറയുന്ന പോലെ കുറച്ച് തമിഴ് മാത്രം അറിയാം. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പോയി. അപ്പം തേനി പോയിട്ട് ഉൾഗ്രാമങ്ങളിലാണ്, കാടിൻ്റെ സൈഡിലാണെന്നൊക്കെ പറഞ്ഞത്. ഈ ഉള്ളിപ്പാടങ്ങളിലും അതൊക്കെ കയറി, ഈ ഇടവഴികളും നടപ്പാതകളുണ്ടല്ലോ, അതിലെ കയറി ഒരു 5-6 കിലോമീറ്റർ നടന്നപ്പോൾ ഉള്ളേരിയ ചെന്ന്, അവിടെ ചെന്നപ്പം ഇതേപോലെ ഒരു ഷെട്ടടിച്ച് തുറസായ സ്ഥലത്ത് ഒരു അണ്ണാച്ചി, ഒരു അണ്ണൻ, ഏകദേശം പുള്ളിക്കൊരു 30 വയസ്സിൽ താഴെ പ്രായ ഒരാൾ കോഴിനെ വളർത്തുന്നു. ഷെട്ടൊക്കെ അടിച്ച് ഓല കൊണ്ടുള്ള ഷെട്ടാട്ടോ, കോഴിയൊക്കെ തുറന്നിട്ട് വളർത്തുന്നു. പുള്ളിയൊക്കെ ചോദിച്ചപ്പം അങ്ങനെ ഒരു കോഴിയേ ഇല്ല. ഞാൻ നേരത്തെ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞങ്ങളുടെ മണ്ടന്മാരായതുകൊണ്ട് അന്വേഷിച്ചു പോയി. അപ്പം അന്ന് ഞങ്ങൾക്ക് കോഴി വളർത്തി കിട്ടിയ ഏറ്റവും വലിയ അനുഭവം എന്താണെന്നറിയാം? പുള്ളി മുട്ട കൊടുക്കത്തില്ല, ഡയോട് കുഞ്ഞുങ്ങളെ കൊടുക്കത്തില്ല, വലുതാക്കി കൊടുക്കത്തുള്ളൂ. ഒരു 3 മാസം വളർത്തുമ്പം ഒരു 1.5-2 കിലോ വരും. അപ്പം അവർക്ക് എന്നാ പറയുന്നത്, 250 രൂപ 300 രൂപ റേഞ്ച് കിട്ടും. തീർത്തും മുട്ടക്ക് വില കുറവുള്ള സമയത്ത്. പിന്നെ വേറൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞു വെച്ചാൽ, പുറത്തുള്ള ഒരു ഫാമിൽ നിന്ന് കോഴികളെ കൊണ്ടുവരില്ല, നമ്മുടെ മുട്ട വിരിയിച്ച് നല്ല കുഞ്ഞുങ്ങളെ എടുത്ത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക എന്നാണ് അവർ പറഞ്ഞത്. അപ്പം നല്ല വില കിട്ടും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മാർക്കറ്റിന് തന്നെ പ്രത്യേകത എന്നറിയാമോ? നമ്മൾ ഒരു കോഴീനെ നമുക്ക് കൊടുത്താൽ, ഇപ്പോൾ ഒരു നാടൻ കോഴി ഞാൻ ഇവനെടുത്തത് 650 രൂപ 700 രൂപ കൊടുത്ത് മേടിച്ചതാണ്. ഇവനിപ്പോൾ 1 കിലോ 1.25 കിലോ കാണും. ഞാനിപ്പോൾ ഇവനെ കൊടുത്താൽ എത്ര കിട്ടും? 250 രൂപ കിട്ടും ഇറച്ചിക്കടയിൽ കൊടുത്താൽ. അതായത് കിലോയ്ക്ക് 160 രൂപ 150 രൂപ മൊത്തം രോമം ഉണ്ടെങ്കിൽ. അതേസമയം തമിഴ്നാട് മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിലോ 1 കിലോയ്ക്ക് ഏറ്റവും കുറഞ്ഞ് 400 + 500 ഹോൾസെയിൽ റേറ്റ് ആട്ടോ. വീട്ടിൽ 600 ആകും, അത്രയും കിട്ടും. നമ്മൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയുന്നത്. കളർ അനുസരിച്ച് ഒരു ബ്രീഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോഹനൊക്കെ എടുക്കാം. ഈ പുള്ളിക്കൊക്കെ നമ്മൾ 1000-2000 എന്നൊക്കെ പറഞ്ഞ ഒരു സമയത്ത് പോയിട്ടുണ്ട്. ഞാൻ അവളെ എടുത്ത് 500 കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഒരു പ്രത്യേകത വെച്ചാൽ അവിടെ മൈസ്, ചോളം, ഗോതമ്പൊക്കെ, മൈസ്, ചോളം, ഗോതമ്പല്ലല്ലോ, കമ്പൊക്കെ ഒരു സമയത്ത് നല്ല തോതിൽ കൃഷി ചെയ്യുമായിരുന്നു. പിന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൃഷിപ്പാടങ്ങൾ അവരും കുറക്കാൻ തുടങ്ങി. എന്താ ലാഭമില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ കെട്ടിടങ്ങളൊക്കെ പണിയാൻ തുടങ്ങി. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, ഇടനിലക്കാർ സാധനങ്ങൾക്ക് വില കൂടുന്നതാണ്. ഒരിക്കലും കോഴീനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരാഴ്ച എന്തൊക്കെ 600-700 പ്ലസ് ചിലവ് വരുന്നുണ്ട്, ഇത്രയും കോഴികളെ ടർക്കി കുട്ടനൊക്കെ ആയിട്ട്. പക്ഷേ എനിക്കതിനുള്ള മുട്ടയോ ലാഭമോ ഒന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. എന്നാലും കിട്ടുന്നുണ്ട് ഒരു മനസ്സിന് സന്തോഷം. അതിനുവേണ്ടി പലപ്പോഴും ചെയ്യുന്നത്. ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. പക്ഷേ ഇതിലൊക്കെ നിൽക്കുമ്പം എന്തോ ഒരു സന്തോഷം കിട്ടുമെന്നറിയാമോ? കാരണം എൻ്റെ കൂട്ടിൽ നല്ല തോതിൽ ചത്തു പോകുന്നുണ്ട്. 3-4 വയസ്സായിട്ടുണ്ട് ഇവളിപ്പം ചാകാനായിട്ടുള്ള ഇതിലായി നിൽക്കുക. ഇവള് പിന്നെയും നിൽക്കുക. തീറ്റ എടുക്കാത്തതുകൊണ്ടല്ല, തീറ്റ ഉണ്ടാവും വയറിന് നിറച്ച്. തീറ്റ കുറച്ചെടുക്കുന്നതിൻ്റെയൊക്കെ കുറവുണ്ട്. എന്നാലും നമ്മൾ പിന്നെയും വളർത്തും. ഒന്നാമത്തെ നല്ല ലൈനേജിലുള്ള കുറച്ച് നാടൻ കോഴികളാക്കുക, മാക്സിമം മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളാക്കി നല്ലൊരു അത്യാവശ്യം ഒരു മാന്യമായൊരു വിലക്ക് നമ്മുടെ നാട്ടിൽ മൊത്തം നാടൻ കോഴികളാക്കാൻ നോക്കുക, തുറന്നുവിട്ട് വളർത്താൻ നോക്കുക. പക്ഷെ തുറന്നുവിട്ട് വളർത്തുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം തെരുവ് നായകൾ. എൻ്റെ വീട് കാണുന്നവർക്കറിയാമല്ലോ, എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്നതല്ല, പലരും ആശ്രയം തേടി എൻ്റെ വീട്ടിൽ വന്നപ്പം ഞാൻ ഉപദ്രവിക്കാതെ അവർക്ക് തീറ്റ കൊടുക്കുന്നു. അതുകൊണ്ടുള്ള എനിക്ക് ഗുണമെന്ന് വെച്ചാൽ ചവിട്ടിയാ പൊളിയുന്ന കൂടാ. ഈ പ്ലാസ്റ്റിക്കിന് അപ്പുറം വെറും ഇത് മാത്രമേ ഉള്ളൂ. എന്നപ്പോൾ ഇതുങ്ങളൊന്നും എൻ്റെ ഒരു കോഴിനെയും പോലും പിടിക്കുകയില്ല. പക്ഷെ തുറന്നു വിട്ടാൽ പിടിക്കും. പിന്നെ പാക്കറ്റ് ഫീഡ് കൊടുത്ത് ഒരു കാലത്തും ഒരു കോഴിനെയും വളത്തിന് മുതലാകത്തില്ല. പിന്നെ തമിഴ്നാട്ടിലുള്ള വൻകിട കമ്പനിക്കാർക്ക് ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോൾസെയിലായിട്ട് എടുക്കും. നമുക്കിപ്പം ഒരു കടയിൽ നിന്ന് ഒരു ഏറ്റവും കുറഞ്ഞത് സ്റ്റാർട്ടർ, ഗ്രോവറിനൊക്കെ ഏകദേശം 1800-2 രൂപ വിലയാണ്. അപ്പം വലിയ കമ്പനിക്കാർ ലോഡ് കണക്കിന് എടുക്കുമ്പോഴോ ചിലപ്പോൾ അവർക്കൊരു ചാക്കിന് 1000 ഒക്കെ ആകത്തുള്ളായിരിക്കും ബൾക്ക് കണക്കിന് എടുക്കുമ്പോൾ. അപ്പം എപ്പോഴും നഷ്ടക്കളി പറഞ്ഞ് റീറ്റെയിലായിട്ട് ചെയ്യുന്നവർക്ക് കേട്ടോ. ഒരിക്കലും ഈ ഫീൽഡ് ലാഭമാണെന്ന് ഒരിക്കലും ഒരാളും പറയത്തില്ല.
ലാഭമുണ്ട് നഷ്ടമുണ്ട്. പക്ഷെ അതൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോയ കാര്യമുള്ളൂ. ഒരു കോഴിനെ 2 കോഴിനെ അല്ലെങ്കിൽ ഒരു 5 കോഴിനെയൊക്കെ വീട്ടിലെ ചോറും വേസ്റ്റൊക്കെ കൊടുത്ത് വളർത്തിയാണെങ്കിൽ വൻ ലാഭമാണ്. പക്ഷേ ഇതേപോലെ എണ്ണം കൂട്ടി വളർത്തി കഴിയുമ്പം പാക്കറ്റ് ഫീഡ് കൊടുത്ത് വരുമ്പം അതിൻ്റെതായ നഷ്ടങ്ങൾ വരും. നഷ്ടങ്ങൾ നമ്മൾ പരിഹരിച്ച് പോകാനേ ഒക്കത്തുള്ളൂ. ഒരു മുട്ടക്ക് ഇപ്പം 12 രൂപ 20 രൂപ വിലയുണ്ട്. ആ ഒരു കുഞ്ഞ് നമ്മൾ വിരിയിച്ചിറക്കി കഴിഞ്ഞാൽ ഡേവിഡിന് ഇപ്പം 100 രൂപ വിലയുണ്ട്. ആവശ്യക്കാരനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാനൊക്കെങ്കിൽ നമുക്ക് ലാഭം കിട്ടും. പക്ഷേ ഒരു ഡേവിഡ് കുഞ്ഞിന് 100 രൂപ ഉണ്ട്, നമ്മൾ വളർത്തി ഇറച്ചി പരുവാക്കി കഴിയുമ്പോൾ അടുത്തുള്ള കടയിൽ കൊടുത്താലോ 1 കിലോക്ക് 160 രൂപ കിട്ടി. അത് മൊത്തം രോമം ഉണ്ടെങ്കിൽ മാത്രം. അതൊക്കെ ഒരു നഷ്ടക്കളികളല്ലേ. ജീവിതത്തിൽ നഷ്ടമെന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്നോരോന്ന് ഒഴിവാക്കി കളയുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ വെച്ചൂർ പശു, കാസർഗോഡ് കുള്ളൻ, എല്ലാവരും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിസ്സാര വിലയുള്ളായിരുന്നു, ഇറക്കിയൊക്കെ കൊടുത്തു. ഇന്ന് അത് ഒരു സമയത്ത് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ക്വാളിറ്റിക്ക് അനുസരിച്ച് വില വന്നു. ഇപ്പം പിന്നെയും വില ഇടിഞ്ഞു. ഒരു സീസണിൽ ഇന്ന് വില കയറും, വേറെ സീസണിൽ വില താഴും. പക്ഷെ ഉള്ള നല്ല സാധനങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കുക. എനിക്ക് ചെറിയ പ്രാന്തൊന്നും അല്ലല്ലോ. ഇതൊക്കെ പല ഇടങ്ങളിലായിട്ട് പല ഘട്ടങ്ങളായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു 3-4 വർഷമായിട്ട്. എനിക്കാകെ ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് വളർന്ന് കിട്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഇവള് മാത്രമേ ഉള്ളൂ. ഇവളും ചിലപ്പം പോയിരിക്കും. ഇവളല്ലല്ലോ, എന്താ ഇവള്, ഇവള് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് മേടിച്ച് കൂട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ലാഭം സമ്പാദിക്കാമെന്ന് ഓർത്തല്ല, നമ്മളെ എല്ലാവരെയും കൂടി ഈ ഫീൽഡിലേക്ക് ഇറക്കിയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. അതിന് ഒത്തിരി പാടുകളുണ്ട് കേട്ടോ. ആ പ്രാവായിട്ടാണെങ്കിലും കോഴിയായിട്ടാണെങ്കിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് മൺമറഞ്ഞ് പോയി കഴിയുമ്പം, നനിനാടൻ കോഴികൾ ഇല്ലാതായി കഴിയുമ്പം ഗ്രാമശ്രീ, ഗ്രാമപ്രിയ അങ്ങനെയുള്ള കോഴികൾ വരെ, അങ്ങനെയുള്ള കോഴികൾ വന്നാൽ എന്താ, നമ്മളൊരു കുഞ്ഞിന് 150 രൂപ കൊടുത്ത് മേടിക്കുന്നു. ആ 150 രൂപ കൊടുത്ത് മേടിച്ചിട്ട് ഒരു 10 കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോൾ 1500 രൂപ, 1500 രൂപ 1500 രൂപ ഒരു 5 കോഴിക്കുഞ്ഞ് പോയിട്ട് ബാക്കി കിട്ടും. അതിന് തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് പട്ടിയും പോയി കഴിയുമ്പോൾ ഒരു 4-3 കിട്ടും. അതിൻ്റെ ഒരു മുട്ട ഇട്ട് തുടങ്ങിക്കഴിയുമ്പം നമുക്ക് ശുദ്ധമായിട്ടുള്ള മുട്ട കിട്ടും. പിന്നെ നമ്മൾ ഇറച്ചിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. പക്ഷെ കോഴിവളത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പരിപാടി ഞാൻ പറയാം, മുട്ട ഇറച്ചി. ശുദ്ധമായ ഇറച്ചി തിന്നാനൊക്കും, നല്ലൊരു മുട്ട തിന്നാനൊക്കും. അതേ ഉള്ളൂ നാടൻ കോഴി വളത്തിൽ ഏറ്റവും വലിയ ഗുണം. നമുക്ക് കെമിക്കലില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കും. പിന്നെ ഹോബിയായിട്ട് തുടങ്ങുമ്പം, എനിക്ക് ഹോബിയല്ല, എൻ്റെ ലൈഫിലെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ. അല്ലാതെ ലാഭം ചെയ്യണമെന്നോ കൊടുക്കണമെന്നൊക്കെ എനിക്ക് അത്യാവശ്യം ഞാൻ മുമ്പൊക്കെ കൊല്ലുമായിരുന്നു, ഇപ്പം കൊല്ലത്തൊന്നുമില്ല. ഒറ്റക്കുള്ള ഇതൊക്കെ ആയതുകൊണ്ട്, ജീവിതമൊക്കെ ആയതുകൊണ്ട് എനിക്ക് മിണ്ടാനും പറയാനൊക്കെ, അതായത് ഇപ്പം ഉള്ള ആൾക്കാരായിട്ടാണ് ഞാൻ വളർത്തുന്നത്. ലൈഫിൽ നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു 2 കോഴിനെ മേടിച്ച് വളർത്തുക. വീട്ടിലെ വേസ്റ്റൊക്കെ കൊടുത്ത് പാക്കറ്റ് ഫീഡ് കൊടുക്കാതെ. ഒത്തിരി തുടക്കത്തിലൊക്കെ ചത്തുപോകും. കാരണം നമ്മൾ കൊടുത്തൊരു 6 കുഞ്ഞുങ്ങൾ ചത്തുപോയെന്ന് പറഞ്ഞു. ഇപ്പം 3-4 മാസമായി. അപ്പം വേറൊരു ബെഡ്റൂം ഇങ്ങനെ കൊടുത്ത ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്ന് എങ്ങനെ പറഞ്ഞുള്ളൂ, ചേട്ടാ ഞാൻ ഇന്ന് ഞാൻ വേറെ ആൾ എന്നോട് പറയുന്നത്, ചേട്ടാ ഞാൻ അടുത്ത ആൾക്ക് വിരിക്കുമ്പോൾ അതിനുള്ള പകരം കുഞ്ഞുങ്ങളെ തരാം. കാരണം വെച്ചാൽ എനിക്ക് ലാഭമല്ല, വേറെ ആളുടെ കയ്യിലുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് നല്ലത്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ അവൻ്റെ സ്വതന്ത്ര താല്പര്യങ്ങൾക്ക് വേണ്ടി ലാഭത്തിൻ്റെ പുറകെ പോകുമ്പം മറ്റുള്ള കൃഷികൾ അങ്ങ് തീർത്തും ഒഴിവാക്കുന്നു. അത് കാരണം സാമഗ്രികൾ ഇല്ലാതെ വരുമ്പോൾ സാധനങ്ങൾക്ക് വില കൂടുന്നു. വില കൂടുമ്പോൾ അതിനുള്ള പൊമ്പഴികൾ നമ്മൾ കണ്ടെത്തണം. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഞാൻ പറയാൻ മറന്നു, നമ്മുടെ സ്ഥാനത്തിന് വില നമ്മളാണ് നിശ്ചയിക്കുന്നത്. ഒരു ബ്രീഡറാണ് തീരുമാനിക്കുന്നത്. ഒരു ബ്രീഡറിന് എന്നാ വില കിട്ടണം എന്ന് അവനാണ് തീരുമാനിക്കുന്നത്. അതിനൊരു കാരണം പറയാം. ഞാൻ പണ്ട് പ്രാവിന് വളർത്തുമായിരുന്നു. ഇപ്പോഴല്ല, പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2015-16 മുമ്പൊക്കെ 15-14 കാലഘട്ടത്തിൽ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടമ്മ എന്നോട് പ്രാവിനെ ചോദിച്ചു, ചേട്ടാ എന്നാ ചേട്ടാ ഞാൻ പ്രാവിനെ തന്നാക്കാം, എനിക്കൊരു ജോഡി ഒരു 300-400 തന്നാൽ ചേട്ടാ, എനിക്ക് മേടിച്ച് 800-1000 രൂപക്കാന്ന് പറഞ്ഞു. ആൾ പറഞ്ഞു ഇതൊന്നും കൊള്ളത്തില്ല, ലോക്കറാ മറ്റേതാ മറിച്ചാൽ പുള്ളി ഇട്ടേക്കും പോയി. അത് കഴിഞ്ഞ് പുള്ളി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ 1000 രൂപ 900 രൂപ തരാനൊരു പ്രാവിനെ പോലും ഞാൻ തരത്തില്ലെന്ന് പറയും. അത് നാടൻ പ്രാവാണെന്ന് ഓർക്കണം. പുള്ളിക്ക് അപ്പം രാജകീയമായ പദവികൾ, നല്ല അടിപൊളി പ്രാവാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, ഇതാണെന്നും പറഞ്ഞ് പുള്ളി 8 പേരോളം എന്നോട് മേടിച്ചുകൊണ്ട് പോയി. ഒരു പേർ മാത്രം 900 രൂപ കൊടുത്തു. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വില കുറച്ച് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് ക്വാളിറ്റി ഇല്ല, എന്നാൽ വില കൂട്ടി വരുമ്പോഴോ അടിപൊളി സാധനം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ ഈ നാടോടിയായിട്ട് പലയിടത്തും തെണ്ടിയും തിരിഞ്ഞും ചപ്പും ചവറിലാണെങ്കിലും ഓരോ സ്ഥലത്തും ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ മനസ്സിലാക്കിയത് കാരണം മാത്രമാണ്. നമ്മുടെ കേരളത്തിലെ നാടൻ കോഴിക്ക് വലിപ്പം ഇത്രയും കുറവാണെങ്കിൽ
അന്യ സംസ്ഥാന കോഴികളൊക്കെ ഇത് കണ്ടോ, ഇത് തമിഴ്നാട്ടിലെ ഇറക്കിക്കോഴിക്കായിട്ട് ഉപയോഗിക്കുന്ന കോഴികളാണ്. ഇത് അസീലിൻ്റെ ക്രോസൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ സൈസ് വരും. അപ്പോൾ അവർക്കൊരു നാടൻ കോഴി എന്തൊക്കെ വന്നിട്ടൊരു 3 കിലോ വരും. 3 കിലോ ഉള്ള കോഴി കൊടുക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ വന്നാലും ഒരു 800, 900, 1100 രൂപയൊക്കെ ആ റേഞ്ച് വില വരും കേട്ടോ. 1200 ആ റേഞ്ചൊക്കെ വരും 400 ആഴ്ച കൊടുക്കുമ്പോൾ. അപ്പം നമ്മുടെ ഇവിടെ കൊടുക്കുമ്പം ഒരു 2 കിലോ ഉള്ള കോഴിനെ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ 300 രൂപ, 320 രൂപ കിട്ടും. 4 കിലോ ഉള്ള കോഴിനെ കൊടുത്താലോ ഒരു 600 രൂപ, 650 രൂപ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അതാണ് പൊതുവെയുള്ളൊരു വ്യത്യാസം. പിന്നെ എന്നാ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. മാക്സിമം നമ്മളെ തന്നെ മാതാപിതാക്കൾ വളർത്തുമ്പോൾ നോക്കിക്കേ, ഒരു മനുഷ്യന് ജനനം തൊട്ട് അതല്ലെങ്കിൽ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ചെറുക്കനെ വിവാഹം കഴിക്കുമ്പം തൊട്ട് അവരുടെ ഭാവിയിൽ ഒരു കൊച്ചുണ്ടായി, ആ കൊച്ചു വളർന്ന് കെട്ടിച്ച് വിടുന്നവരെ അല്ലെങ്കിൽ ഒരു ചെറുക്കൻ കെട്ടുന്നവരെ, പിന്നെ അവരുടെ മരണം വരെ എത്ര ലക്ഷം രൂപ, എത്ര കോടി രൂപ ചിലവാണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ സഹിതൊരു വ്യക്തിയുടെ കാര്യം ഞാൻ പറയുന്നത്. നമുക്കൊക്കെ നമ്മുടെ വീട്ടുകാർ എത്ര കോടിയായിരിക്കും ചിലവഴിച്ചിരിക്കുന്നത്, അതൊക്കെ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ചിന്തിച്ച് നോക്കണം കേട്ടോ.